ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എവിടെയാണെന്നല്ലേ? ഞാൻ ചെറായിലെ കൺവെൻഷൻ സെൻറ്ററിലാണ്. അപ്പോൾ ഇന്ന് ചേട്ടൻ്റെ വാവയുടെ പേരിടൽ ചടങ്ങാണ്. അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് ടൈം ഫോർ ഹാപ്പി. അപ്പോൾ ഇന്ന് എൻ്റെ വാവയുടെ 90. അപ്പോൾ വാവ ജനിച്ചപ്പോഴുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ വാവയുടെ 90. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങൾ നേരത്തെ അവിടെ എത്തിയിട്ടോ. കുറച്ച് നേരത്തെ എത്തിയെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റേജിൽ കുറച്ച് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവുമല്ലോ. എന്ന് പറഞ്ഞാൽ പേര് വിളിക്കുമ്പോൾ വിളക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, പറ, നെല്ല്, വെറ്റില, അങ്ങനത്തെ സംഭവങ്ങൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പേര് നേരത്തെ വന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞു. ഞാൻ സ്റ്റേജിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ പേര് വിളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്റ്റേജ് ഉപയോഗിച്ചിട്ടേ ഇല്ല. എല്ലാവരും പുറത്ത് അവിടെ ഇവിടെയൊക്കെ നിന്നാണ് ഫോട്ടോയും എല്ലാം എടുത്തത്. സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ വാവ പെട്ടെന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളീനെ സമാധാനിപ്പിച്ച് പുറത്തേക്കൊക്കെ പോയപ്പോൾ നമ്മൾ ആ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ നിന്നാണ് എല്ലാവരും ഫോട്ടോ എടുത്തത്. അപ്പോൾ ആളുകളൊക്കെ വന്നനുസരിച്ച് ഫോട്ടോ എടുക്കുകയാണ്. അതേ അമ്മയുടെ ഇരുന്ന് അവിടെ ഫോട്ടോ എടുക്കുകയാണ് അമ്മയച്ഛനും. അങ്ങനെ വന്നവർ ഫോട്ടോ എടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ വന്ന കുറച്ച് പേര് നമ്മുടെ അടുത്ത കസിൻസും അങ്ങനെ കുറച്ച് പേരുടെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. എല്ലാവരും എടുത്തിട്ടില്ല. അപ്പോൾ നമുക്കത് കാണാം. അപ്പോൾ നമ്മൾ പേരിടൽ ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ് എന്താണ് പേരെന്ന്. അപ്പോൾ അച്ഛമ്മയാണ് ആദ്യം പേര് വിളിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഗോൾഡൊക്കെ ഇടാനുണ്ടാവുമല്ലോ. അപ്പോൾ അമ്മയുടെ വീട്ടുകാർ ഗോൾഡ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അച്ഛമ്മ പേര് വിളിക്കാൻ പോവാണ്. അപ്പോൾ അവിടെ അച്ഛനെ പേര് വിളിച്ചതിന് ശേഷം അമ്മ, അപ്പാപ്പൻ എല്ലാവരും അതേപോലത്തെ കാരണന്മാർ കുറച്ച് പേര് ഒക്കെ അവിടെ ചുവട്ടിലെ പേര് വിളിക്കും. അതിനുശേഷം ലാസ്റ്റ് അവിടെ അച്ഛനും അമ്മയും പേര് വിളിക്കും. അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഇന്നത്തെ ദിവസം വാവ ഭയങ്കര കരച്ചിലായിരുന്നു. പറഞ്ഞാൽ ഇത്രയും പേര് അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ കണ്ടതിൻ്റെ ആയിരിക്കണം ഭയങ്കര കരച്ചിലായിരുന്നു അന്ന്. അങ്ങനെ വാവയുടെ പേരിടലൊക്കെ കഴിഞ്ഞു. പേര് ശ്ലോക ശ്യാംനാഥ് എന്നാണ് വാവയുടെ പേര്. അങ്ങനെ പേരിടലും കഴിഞ്ഞ് വാവനെ തൊട്ടിലിൽ കിടത്തുന്ന ചടങ്ങും കഴിഞ്ഞു. അപ്പോൾ നേരത്തെ വാവനെ തൊട്ടിലിൽ കിടത്തിയാൽ മതിയായിരുന്നു. തൊട്ടിലിൽ കിടത്തിയപ്പോൾ സ്വിച്ചിട്ട പോലെയാണ് കരച്ചിലിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളോട് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേരുടെയൊക്കെ വന്നവരുടെയൊക്കെ കുറച്ച് വീഡിയോ ഉണ്ട് കേട്ടോ. എല്ലാവരുടെയും ഒന്നും ഞാനങ്ങനെ എടുത്തില്ല. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടാവില്ലല്ലോ വീഡിയോ എടുക്കുമ്പോൾ. ഞാനും വാവയും കൂടി ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം അപ്പോൾ വന്നവരുടെ ഫോട്ടോ എടുക്കാൻ പോകുന്നത് അങ്ങനെയായിട്ടുള്ള കുറച്ച് ക്ലിപ്പിങ്സ് മാത്രമേ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. എല്ലാവരുടെയും ഒന്നും ഞാൻ അങ്ങനെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നേരത്തെ ഞാൻ എടുത്തു വെച്ച ക്ലിപ്പിങ്സാണിത്. അതിനുശേഷം ഞാൻ നമ്മുടെ ഫുഡ് കാണിച്ചു തരാം. നമുക്ക് വെജ് ഉണ്ടായിരുന്നു, നോൺ വെജ് ഉണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണി, ചോറും മോരുകറിയും, മീൻകറി, തോരൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അതിനുശേഷം നമ്മുടെ ആൾ അവിടെ തൊട്ടിൽ സെറ്റായിട്ടുണ്ട്. അവിടെ കിടന്ന് ഇങ്ങനെ ആടാണ്. അതിനുശേഷം ഞങ്ങൾ ഫാമിലി ഫോട്ടോ എടുത്ത് എല്ലാവരും ഇല്ല, കുറച്ച് പേര് വെച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്മാവൻ്റെ റിസോർട്ട് അവിടെ അടുത്ത് തന്നെ ഉണ്ട്, അമ്മയുടെ ആങ്ങളുടെ. ഞങ്ങളവിടെ റിസോർട്ടിലേക്ക് ഞങ്ങൾ ഒന്ന് പോയിട്ട് വന്നു. അതിൻ്റെ ഇടയിൽ അവിടെ ആൾക്കാർ ഫോട്ടോ എടുക്കൽ, ഫുഡ് കഴിക്കലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ റിസോർട്ടിലേക്കൊക്കെ പോയി വന്നു. അവിടേക്ക് ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു.
ഈ റിസോർട്ടുള്ളത് എറണാകുളം ജില്ലയിലെ വൈപ്പിൻകരയിലെ ചിറായി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ സൈഡിൽ തന്നെയാണ് ഈ റിസോർട്ടുള്ളത്. ഹെർബൽ ഹോൾഡിംഗ് എന്നാണ് പേര്. ഇത് തന്നെ നമുക്ക് വളപ്പിലും ബീച്ച് സൈഡിൽ തന്നെ ഉണ്ട് ഒരു റിസോർട്ട്. അങ്ങനെ 2 റിസോർട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വന്ന് ഫുഡ് കഴിക്കാനിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ. അവിടെ കൺവെൻഷൻ സെൻറ്ററിൽ തന്നെ അവിടെ ഒരു റൂം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിരുന്ന് കുറച്ച് നേരം അവിടെ കുറച്ച് പ്രഹസനങ്ങളൊക്കെ ആയിരുന്നു, ഫോട്ടോ എടുപ്പും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് 2-3 മണിയായപ്പോഴേക്കും നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിതേ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അതേ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരാം. അതുവരെ എല്ലാവർക്കും ബൈ.